ഹായ് ഓൾ. ഇന്നത്തെ വ്ളോഗ് ഒരു കോഴിക്കോടൻ യാത്രയുടെ കഥയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു. രാത്രി 8:55 തിരുവനന്തപുരത്തു നിന്നുള്ള മംഗലാപുരം എക്സ്പ്രസ്സിലായിരുന്നു ഞാൻ പോയത്. ഒരു കൊത്തു പൊറോട്ടയൊക്കെ വാങ്ങി ഒരു 8:45 ആയപ്പോൾ ട്രെയിനിൽ കയറി അതൊക്കെ കഴിച്ച് നല്ല സുഖമായി കിടന്നുറങ്ങി. രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പം കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. പിന്നെ പുറത്തിറങ്ങി നല്ലൊരു ചായയൊക്കെ കുടിച്ച് നേരെ പോയത് ഷീ ലോഡ്ജിലേക്കായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് എത്തുന്ന സ്ത്രീകൾക്കായി ഒരു സുരക്ഷിതമായ സ്റ്റേ ആണ് ഷീ ലോഡ്ജ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ശരിക്കും ഡോർമെട്രി മുതൽ സിംഗിൾ റൂം, ഡബിൾ റൂം, AC ഡീലക്സ് അങ്ങനെ പല കാറ്റഗറിയിലുള്ള റൂമുകൾ അവൈലബിൾ ആണ്. താമസ സൗകര്യത്തിന് പുറമെ മിതമായ നിരക്കിൽ ഭക്ഷണം, പിന്നെ റീഡിംഗ് റൂം, അങ്ങനെ കുറേയധികം ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. ഞാൻ ശരിക്കും ഒരു സിംഗിൾ റൂം അന്വേഷിച്ചിട്ടാണ് എത്തിയത്. പക്ഷേ സിംഗിൾ റൂം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഡോർമെട്രി ഓപ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് നൈറ്റ് സ്റ്റേ ഇല്ല, അന്ന് പകല് ജസ്റ്റ് ഒന്ന് ഫ്രഷായി എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് വൈകുന്നേരത്തേക്കുള്ള ട്രെയിനിൽ തന്നെ ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഡോർമെട്രി തന്നെ മോർ ദാൻ ഇനഫാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ ശരിക്കും ഭയങ്കര നല്ലതല്ലേ. കോഴിക്കോടിന് പുറമെ കൊച്ചിയിലും ഷീ ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് എൻ്റെ കൂട്, വൺ ഡേ ഹോം, അങ്ങനെ കുറച്ച് സംവിധാനങ്ങളുണ്ട്. ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ എൻ്റെ കൂട് അവിടെ താമസിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവസരം കിട്ടുമ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് ഷീ ലോഡ്ജിൻ്റെ അധികം വിഷ്വൽസിന് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് വേഗം റെഡിയായി കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം എനിക്ക് ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തി എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ തിരിച്ച് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു, ചെറിയ ഇടിയോട് കൂടിയൊരു മഴയായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഷീ ലോഡ്ജിലേക്ക് നമ്മുടെ ലഗേജൊക്കെ എടുക്കാനായിട്ട് പോയി. അവിടെ നമുക്ക് സേഫ് ആയിട്ടുള്ള ലോക്കറുകളിൽ നമ്മുടെ ലഗേജുകളൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ കീ നമുക്ക് കയ്യിൽ തന്നെ വെക്കാവുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ലഗേജൊക്കെ എടുത്ത് നേരെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വരുന്നത് വരെ അവിടെ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നേ, ഞാൻ പലതവണ പല കാര്യങ്ങൾക്കായിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കോഴിക്കോട് ഏറ്റവും കൂടുതൽ തവണ പോയ 2 സ്ഥലങ്ങളാണ്. ഒന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും മറ്റേത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡും. ഇനി എനിക്ക് കോഴിക്കോട് കാണാൻ വേണ്ടി മാത്രം ഒന്ന് കോഴിക്കോട് വരണം എന്നുണ്ട്. ഇനി എൻ്റെ അടുത്ത കോഴിക്കോടൻ യാത്ര അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിവേ അപ്പോഴത്തേക്ക് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ്, ചെറിയ ഉറക്കം എന്ന് പറയാൻ കാരണം ഒരു 3:45 ആയപ്പം നമുക്ക് നല്ല ഉറക്കം വരുന്ന സമയത്ത് ട്രെയിൻ തമ്പാനൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അവിടെ AC വെയിറ്റിംഗ് റൂമിൽ കയറി 1 മണിക്കൂർ നന്നായിട്ടിരുന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഈസ്റ്റ്ഫോർഡിലെത്തി. ഫസ്റ്റ് ബസ് 5 മണിക്കേ ഉള്ളൂ. അങ്ങനെ 5 മണി 5:15 ആയപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബസ് പിടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മിനി വ്ളോഗ്.